ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റായ റൂറൽ വൈബ്സിലെ സീഡ് ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ വീഡിയോ കാണാത്തവർ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ സബ്ജക്റ്റ് വേണമെങ്കിലും അതും ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോയാലോ. ആക്ടിവിറ്റി 1 എന്താണ്? ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസസ് വായിക്കുക. പാറു ലവ്ഡ് ഹെർ ഗ്രാൻഡ് മദർ വെരി മച്ച് ആൻഡ് കോൾഡ് ഹെർ എച്ചുവമ്മ. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്? അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഗ്രാൻഡ് മദർ അല്ലേ, അണ്ടർലൈൻ ചെയ്ത വേർഡ് ഗ്രാൻഡ് മദർ അല്ലേ, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ വേർഡിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രാൻഡ് മദർ, അങ്ങനെ 2 വേർഡുകൾ കൂടി ചേർന്നിട്ടാണ് ആ ഒരു വേർഡ് ഉണ്ടാവുന്നത് അല്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത. ചൂസ് 2 അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് ടു ഗെറ്റ് സിംഗിൾ മീനിങ് വേർഡ്സ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെ പിക്ചേഴ്സ്, 2 പിക്ചേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു വേർഡ് ഉണ്ടാക്കാനാണ്. ഒന്നാമത്തേത് എന്താണ്? ഒരു സൂര്യൻ്റെ ചിത്രമാണ് അല്ലേ. അപ്പോൾ സണ്ണിനോട് ഏതാണ് മാച്ചാവുന്നത്? താഴെ ഫ്ലവർ, അപ്പം സൺഫ്ലവർ അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റാറാണ്. സ്റ്റാറിനോട് മാച്ചായിട്ടുള്ളൊരു പിക്ചർ ഏതാണ്? ഫിഷ് ആണ് അല്ലേ. അപ്പോൾ സ്റ്റാർ, ഫിഷ്, 2 വേർഡുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരൊറ്റ വേർഡ് ആവുന്നുണ്ട് അല്ലേ, സ്റ്റാർ ഫിഷ്. പിന്നെയോ അടുത്തത് ഏതാണ്? ഹാൻഡ്, കൈക്ക് ഹാൻഡ് പറയും, ബാഗ് ഹാൻഡ് ബാഗ്. അങ്ങനെ നമുക്ക് 2 വേർഡ്സിൽ നിന്ന് ഒരു പുതിയൊരു വേർഡ് ഉണ്ടാവുകയാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലേ. ഹൂ, വൈ, വാട്ട് അല്ലേ. ആര്, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്, പിന്നെ വാട്ട് എന്ന് പറഞ്ഞാൽ എന്ത്. ഈ 3 വേർഡ്സ് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുക. റൈറ്റ് ദ ആൻസർ ആഫ്റ്റർ റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ആൻസർ കണ്ടെത്താനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. വേർ ഡിഡ് പാറു ലിവ്? പാറു എവിടെയാണ് താമസിക്കുന്നത്? വേർ എന്ന് പറഞ്ഞാൽ എവിടെ. പാറു ലിവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡേഷ് വാസ് പാറൂസ് റിയൽ നെയിം. അപ്പോൾ എന്താ? പാറുവിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പേര് എന്ത്. അപ്പോൾ എന്ത് എന്ന് വരുന്നത് കൊണ്ട് തന്നെ എന്താ വേണ്ടത് അവിടെ? വാട്ട് അല്ലേ. വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? എന്താണ്? പാറൂസ് റിയൽ നെയിം വാസ് പാർവതി. മൂന്നാമത്തെ ചോദ്യം. ഡേഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ആരാണ് പാറുവിനോട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ പറയുന്നത്? ആര് എന്നുള്ളത് നമുക്ക് എന്താണ് എഴുതുക? ഹൂ അല്ലേ. WHO ഹൂ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ആരാണ്? ഗ്രാൻഡ്മ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡേഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം. പാറു തൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിയത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എന്തെഴുതാം? വൈ അല്ലേ. അപ്പോൾ ആരെയാണ് പാറു നോക്കുന്നത്? പാറു ലുക്ക്ഡ് ബാക്ക് ടുവാർഡ്സ് ഹെർ ഹോം ഫോർ സെർച്ചിങ് ഹെർ ഫാദർ അല്ലേ. അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. അതായത് താഴെ തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ള വാക്കിൻ്റെ കറക്റ്റ് ഫോം മാറ്റി എഴുതാൻ. ഏതാണ് അവിടെ കറക്റ്റ് എന്ന് വെച്ചാൽ അത് എഴുതുക. 2 എക്സാമ്പിൾസ് ആർ ഡൺ ഫോർ യു. അപ്പോൾ 2 എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? ജിമ്മി ആൻഡ് പിങ്കി വേർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. വൺ ഡേ ദർ വേർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. ഒരു ദിവസം അവർ വലിയൊരു മാവിൻ്റെ ചുവട്ടിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ കളിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞു പോയത് പറയാണ് കേട്ടോ. ദേ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. അപ്പോൾ എവിടെ നിന്നോ ഒരു ഞരക്കം അവർ കേൾക്കുകയാണ്. ജിമ്മി ലുക്ക്ഡ് അപ്പ്. അപ്പോൾ ജിമ്മി മുകളിലേക്ക് നോക്കി. ഹി സോ എ സ്ക്വിറൽ ഗ്രീഡ്ലി ഈറ്റിംഗ് എ റൈപ്പ് മാംഗോ. അപ്പോൾ ഒരു അണ്ണാന് പഴുത്ത മാങ്ങ അത്യാർത്തിയോടെ തിന്നുന്നത് അവന് കണ്ടു, ജിമ്മി കണ്ടു. ഓ റൈപ്പ് മാംഗോസ്, ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. അപ്പോൾ ജിമ്മി ഉറക്കെ പറയാണ്, ഓ പഴുത്ത മാങ്ങയോ എന്നല്ലേ. പഴുത്ത മാങ്ങ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ പഴുത്ത മാങ്ങയോ പറയാണ്. പിങ്കി റിക്വസ്റ്റഡ് Jimmy to get the ripe mangoes.
അപ്പോൾ പിങ്കി എന്ത് പറയാണ്, റിക്വസ്റ്റ് ചെയ്യാണ് ജിമ്മിയോട് പഴുത്ത മാങ്ങ പറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കിട്ടാൻ വേണ്ടിയിട്ട്. ജിമ്മി ഡാഷ് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺസ് ഫ്രം ദ ഗ്രൗണ്ട്. അപ്പോൾ അവിടെ എന്താ വേണ്ടത്, ജിമ്മി നിലത്ത് നിന്ന് നല്ല മൂർച്ചയുള്ള കല്ലുകൾ എടുത്ത് എറിയാൻ തുടങ്ങി അല്ലേ. അപ്പോൾ എന്താണ് പിക്ക് എന്നുള്ളത്, എന്താ വേണ്ടത്, പിക്ക്ഡ്. ആൻഡ് ഡാഷ് ത്രൂയിങ് ദം അപ്പ് അറ്റ് ദ മാംഗോസ്. അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ളത് നമ്മൾ എന്താക്കണം, സ്റ്റാർട്ടഡ് throwing them up at the mangoes. A big ripe mango fell on the ground. Pinky and Jimmy ran fast to pick the mango. അപ്പോൾ കുറച്ച് മാങ്ങകളൊക്കെ താഴെ വീണു അല്ലേ. അപ്പം പിങ്കിയും ജിമ്മിയും കൂടെ ആ മാങ്ങകളൊക്കെ എടുക്കാൻ വേണ്ടി ഓടി. വൈൽ റണ്ണിങ് പിങ്കി ഡാഷ്. അപ്പോൾ അവിടെ എന്ത് വേണം, പുഷ് എന്നുള്ള പുഷ്ഡ്. പിന്നെയോ പിങ്കി പുഷ് എന്ന് പറഞ്ഞാൽ പിങ്കി തള്ളിയിട്ടു. ഒന്ന് ഓടിപ്പോയി മാങ്ങ എടുക്കാൻ വേണ്ടി ഓടുമ്പോൾ തള്ളിയിട്ട് എടുക്കാറില്ല, നമ്മൾ തള്ളിയിട്ട് തട്ടിയെടുത്തു. അപ്പോൾ തട്ടിയെടുക്കുക എന്നുള്ളത് സ്നാച്ച്ഡ് ദ മാംഗോ അല്ലേ. എന്ത് ചെയ്തു, പിങ്കി ജിമ്മിയെ തള്ളിയിട്ടിട്ട് അത് തട്ടിയെടുത്തു അല്ലേ. പുഷ്ഡ്, സ്നാച്ച്ഡ്. പിന്നെയോ പുവർ ജിമ്മി അല്ലേ, പാവം ജിമ്മി. ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ മാംഗോ. അവന് മാങ്ങയൊന്നും കിട്ടിയില്ല. ഓൺ സീയിങ് ജിമ്മിസ് സാഡ് ഫേസ് പിങ്കി ഷെയർഡ് ദ മാംഗോ വിത്ത് ഹിം. അങ്ങനെ അവൻ്റെ വിഷമമുള്ള മുഖം കണ്ട് പിങ്കി അവനും കൂടെ മാങ്ങ ഷെയർ ചെയ്യാണ്. ഷെയർഡ് എന്നല്ലേ, ഷെയർ എന്നുള്ളത് ഷെയർഡ് ആക്കണം അല്ലേ. ഇനി ആക്ടിവിറ്റി 4 ആണ്. വേൾഡ് ഫാമേഴ്സ് ഡേ 14 May ഹാസ് അറൈവ്ഡ്. പാറു തോട്ട് ഐ മസ്റ്റ് സർപ്രൈസ് മൈ ഗ്രാൻഡ്മ എ ഗ്രീറ്റിംഗ് കാർഡ്. ലെറ്റ്സ് ഹെൽപ്പ് പാറു മേക്ക് ദ ഗ്രീറ്റിംഗ് കാർഡ്. വേൾഡ് ഫാർമേഴ്സ് ഡേ ആണ് 14th Mayക്ക്. അപ്പോൾ പാറുവിന് എന്ത് തോന്നി, ഗ്രാൻഡ്മയ്ക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം, സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ പാറുവിന് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ നിങ്ങളോടും കൂടെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കുണ്ടാക്കി നോക്കാം. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കുക അല്ലേ. ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കാനും മക്കൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതാനുള്ളത് ഇവിടെ തരാം കേട്ടോ. നല്ലൊരു കോട്ട് ഇവിടെ തരാം. അപ്പോൾ അതൊക്കെ എഴുതുക. എന്നിട്ട് കർഷകരുടെയോ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ച് അടിപൊളിയാക്കുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ വേർ ഇൻ ദയർ പാഡി ഫീൽഡ്. യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്സ്, ഹാവിൻറ്റ് യു? ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. പാറുവും അവളുടെ മുത്തശ്ശിയും കൂടെ എന്താണ്, നെൽപ്പാടങ്ങളിലേക്ക് പോകുന്നത് കണ്ടു. നിങ്ങൾ നെൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഒരു പാഡി ഫീൽഡിൻ്റെ ചിത്രം നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചിട്ട് പാഡി ഫീൽഡിനെ പറ്റിയിട്ട് എഴുതാനാണ്. പാഡി ഫീൽഡ്സ് ആർ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ് വേർ റൈസ് ഈസ് ഗ്രോൺ. അപ്പോൾ എന്താണ്, നെൽവയലുകളിൽ നെൽകൃഷി ചെയ്യുന്ന വയലുകൾ വലിയ സ്ഥലമാണ്. പിന്നെയോ ദീസ് ഫീൽഡ്സ് ആർ യൂഷ്വലി ഫ്ലഡഡ് വിത്ത് വാട്ടർ വിച്ച് ഹെൽപ്സ് ദ റൈസ് പ്ലാന്റ് ഗ്രോ. നെൽച്ചെടികൾ വളരാൻ സഹായിക്കുന്ന ഈ വയലുകളിൽ ധാരാളം വെള്ളം ഉണ്ടാവും, എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കും. പിന്നെ ഫാർമേഴ്സ് പ്ലാന്റ് റൈസ് സീഡ്സ് ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം അണ്ടിൽ ദേ ആർ റെഡി ടു ഹാർവെസ്റ്റ്. അതായത് കർഷകർ വയലിൽ നെൽവിത്ത് നട്ടുപിടിപ്പിക്കുകയും വിളവെടുപ്പിന് പാകമാകുന്നത് വരെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാഡി ഫീൽഡ്സ് ക്യാൻ ബി സീൻ ഇൻ മെനി റൂറൽ ഏരിയാസ് എസ്പെഷ്യലി ഡ്യൂറിങ് ദ റെയിനി സീസൺ. പ്രത്യേകിച്ച് മഴക്കാലത്ത് പല ഗ്രാമപ്രദേശങ്ങളിലും നെൽപ്പാടങ്ങൾ കാണാം. They look beautiful with green rice plants swaying in the wind. കാറ്റിൽ ആടി ഒലിയുന്ന പച്ച നെൽച്ചെടികൾ കൊണ്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണപ്പെടും അല്ലേ. ഭയങ്കര മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. യച്ചുവമ്മ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ ഗ്രീൻ പാഡി ഫീൽഡ്. ഷീ ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ് ക്ലോസ് ടു ഹെർ ചെസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫോക്ക് സോങ്. അപ്പോൾ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ യച്ചുവമ്മ നെൽക്കതിരല്ലേ, ആ ഒരു പാഡി എന്താണ് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പിന്നെ ഒരു നാടൻ പാട്ട് പാടുകയാണ്. അപ്പോൾ കുറച്ച് വരികൾ ഇവിടെ തന്നിട്ടുണ്ട്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി പ്ലോവ് ദ സോയിൽ, വി ടിൽ ദ സോയിൽ, വി സോ ദ സീഡ്സ്, വി സീ ദം ഗ്രോ, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. എന്താണ് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ 4 വരിയിൽ? വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ് അല്ലേ, ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്.
വി പ്ലഫ് ദ സോയിൽ, വി ടിൽ ദ സോയിൽ, അതായത് ഞങ്ങൾ മണ്ണ് ഉഴുതുമറിക്കുന്നു. വി സോ ദ സീഡ്സ്, വി സീ ദം ഗ്രോ, ഞങ്ങൾ വിത്ത് വിതയ്ക്കുന്നു എന്നിട്ട് അവ വളരുന്നത് നോക്കി നിൽക്കുന്നു അല്ലേ, കാണുന്നു. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. പിന്നെന്താ അടുത്ത വരി തന്നിട്ടുള്ളത്? വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. പിന്നെ നമുക്ക് എന്തെഴുതാം? വി കെയർ ദ ക്രോപ്സ് വിത്ത് അവർ ഹാൻഡ്സ്, അല്ലെ, വിളകൾ പരിപാലിക്കുന്നു. പിന്നെയോ വി വാട്ടർ ദം വിത്ത് ലവ്, ഞങ്ങൾ സ്നേഹത്തോടെ വെള്ളം കൊടുക്കുന്നു. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്ത് ഞങ്ങൾ സന്തുഷ്ടരാണ്. വീണ്ടും വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, ഞങ്ങൾ ഈ ഭൂമിയിലെ കർഷകരാണ്. വി ഹാർവസ്റ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് അവർ ഹാർഡ് വർക്ക്, അല്ലെ, കഠിനാധ്വാനത്തിൻ്റെ ഫലം ഞങ്ങൾ കൊയ്യുന്നു. വി ഷെയർ അവർ പ്രോഡക്ട്സ് വിത്ത് അതേഴ്സ്, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നു. വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്, ഞങ്ങൾ ഈ ലോകത്ത് സന്തുഷ്ടരാണ്. അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ഒരു പ്രോഗ്രാം നോട്ടീസാണ് കേട്ടോ. ദ ഫാർമേഴ്സ് ക്ലബ് ഓഫ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. അപ്പോൾ ഞങ്ങൾ എന്താണ്, കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഫാർമേഴ്സ് ക്ലബ്ബ് എന്താണ്, ഒരു ചിങ്ങം 1 കർഷക ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടീസാണ് താഴെ തന്നിട്ടുള്ളത്. എന്താണ്? ഫാർമേഴ്സ് ക്ലബ്ബ് കണിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ഫാർമേഴ്സ് ഡേ സെലിബ്രേഷൻ നോട്ടീസിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ആസ് പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ we would like to honor Miss Janagi Amma, the recipient of കർഷകശ്രീ അവാർഡ് 2024. എന്താണ് സുഹൃത്തുക്കളെ, നിങ്ങൾ ചിങ്ങം 1 കർഷക ദിനം ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആഘോഷത്തിൻ്റെ ഭാഗമായി കർഷകശ്രീ അവാർഡ് 2024 നേടിയ ശ്രീമതി ജാനകി അമ്മയെ ആദരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലേ, അവരാഗ്രഹിക്കുന്നത്. അപ്പോൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സമയം, സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ കണിക്കത്തൂർ ആഗസ്റ്റ് 1, 2024 കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരെയും ക്ഷണിക്കുന്നു, ഓൾ ആർ ഇൻവൈറ്റഡ് അല്ലേ എന്ന് സെക്രട്ടറി. എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഉള്ളതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. വെൽക്കം സ്പീച്ച് ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രസിഡൻഷ്യൽ അഡ്രൻസ്, മുഖ്യ പ്രഭാഷണം ആരാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോക്കൺ ഓഫ് ലവ് ടു മിസ് ജാനകി അമ്മ, ജാനകി അമ്മയ്ക്ക് കൊടുക്കുന്ന അവാർഡ് എന്താണെന്നല്ലേ, അവാർഡ് ആരാണ് കൊടുക്കുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെലിസിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് ആശംസ അറിയിക്കുന്നത് ആരാണ്. പിന്നെ വോട്ട് ഫോർ താങ്ക്സ്, നന്ദി പറയുന്നത് ആരാണ്. അത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മക്കൾ ചില സ്ഥലത്തു നിന്നൊക്കെ നോട്ടീസ് കിട്ടും അല്ലേ, നമുക്ക് മദ്രസയിൽ പോകുന്നവരാണെങ്കിൽ നബിദിന പരിപാടികൾക്ക്, അല്ലാണ്ട് ഓരോ പിന്നെ ഉദ്ഘാടനത്തിനായാലും അങ്ങനെ എല്ലാ പരിപാടികൾക്കും നോട്ടീസ് ഉണ്ടാവും. അപ്പോൾ നോട്ടീസ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യം തന്നെ ആ ഒരു അവിടുത്തെ നമ്മളെ ക്ഷണിച്ചുകൊണ്ടുള്ളതുണ്ടാവും, പിന്നെ അവിടുത്തെ പരിപാടികൾ അല്ലേ, അതുമാണ് ഉണ്ടാവുക. ഈ ഒരു മോഡലിലാണ് നോട്ടീസ് ഉണ്ടാവുക. ഇനി അതിൽ എന്താ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം. The Farmers Club in your school has decided to celebrate the harvest of vegetables grown in the vegetable garden of the school. Prepare a notice for the program. അതായത് നിങ്ങളുടെ സ്കൂളിലെ ഫാർമേഴ്സ് ക്ലബ്ബ് സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ വിളയിച്ച പച്ചക്കറികളുടെ വിളവെടുപ്പ് ആഘോഷമാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതൊരു പ്രോഗ്രാം ആക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു അറിയിപ്പാണ്, ഒരു നോട്ടീസാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോട്ടീസിൻ്റെ ഒരു മോഡൽ ഇവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാം. ആദ്യം ദ ഫാമേഴ്സ് ക്ലബ് AMLP സ്കൂൾ വെജിറ്റബിൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നോട്ടീസ്, ഇത്രയും കാര്യങ്ങൾ മുകളിൽ കൊടുക്കുക. ഏത് സ്കൂളാണ്, ഏത് ക്ലബ്ബാണ്, എന്താണ് പ്രോഗ്രാം എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നോട്ടീസിന് അവിടെ എഴുതി കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾ ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. അപ്പോൾ സ്കൂളിലെ വിളവെടുപ്പ് നമ്മൾ പരിപാടിയാക്കിയിട്ട് പ്രോഗ്രാമാക്കി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വി ഹോൾ ഹേർട്ട്ലി ഇൻവൈറ്റ് ഓൾ ഓഫ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതർ സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് പേരൻസ് ടു ഹിസ് ബ്യൂട്ടിഫുൾ ഇവൻറ്റ്. അപ്പോൾ ഈ മനോഹരമായ പരിപാടിയിലേക്ക് ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഫാമിലിയെയും ഒക്കെ പേരൻസിനെ ഒക്കെ പിന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസാണ്. എന്നിട്ട് താഴെ ഡേറ്റ്, ടൈം, പ്ലേസ് എഴുതുക.
പിന്നെ ഏറ്റവും താഴെയായിട്ട് പ്ലേസും ഡേറ്റും ഇടുക. മറുഭാഗത്തായിട്ട് ആരാണ് സെക്രട്ടറിയോ അല്ലെ കൺവീനറോ അങ്ങനെ ഫാർമേഴ്സ് ക്ലബ്ബ് എന്നും കൂടെ എഴുതുക. അത് സിമ്പിളായിട്ടുള്ള ഒരു നോട്ടീസാണ്. മക്കൾക്ക് എക്സാമിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമേ വരുള്ളൂ. ഇനി നമുക്ക് അടുത്ത പേജിലായിട്ട് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പ്രയർ ചൊല്ലുന്ന കുറച്ച് കുട്ടികളുടെ പേര് കൊടുക്കാം. പിന്നെ വെൽക്കം സ്പീച്ച് അല്ലേ, പിന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, പിന്നെ ഇനോഗ്രേഷൻ കൊടുക്കാം, പിന്നെ ഫെലിസിറ്റേഷൻ കൊടുക്കാം, പിന്നെ വോട്ട് ഫോർ താങ്ക്സ് അല്ലേ, നന്ദി പറയുന്നത് ആരൊക്കെയാണ്, പിന്നെ അവസാനമായിട്ട് നാഷണൽ ആന്തം കുറച്ച് കുട്ടികൾ ചൊല്ലുന്നതായിട്ടുള്ള കുറച്ച് കുട്ടികളുടെ പേരുകൾ കൊടുക്കാം. അവസാനം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായിട്ട് ഓൾ ആർ വെൽക്കം എന്നും കൂടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ മക്കൾക്ക് ആക്ടിവിറ്റീസൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ക്ലാസ്സോ ആക്ടിവിറ്റീസൊക്കെ വേണമെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.